ഭർത്താവും കുട്ടികളുമായി ഡൽഹിയിൽ കഴിയുന്ന പാകിസ്ഥാൻ സ്വദേശിനിയായ യുവതി ഉടൻ രാജ്യം വിടണമെന്ന് ഉത്തരവിട്ട് ഡൽഹി ഹൈക്കോടതി. ഇന്ത്യയിൽ നിന്നും മടങ്ങാൻ 2 ആഴ്ചയാണ് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. യുവതിക്ക് ഒരു കാരണവശാലും ഇന്ത്യൻ പൗരത്വം നൽകാനാകില്ലെന്ന് അറിയിച്ച ജസ്റ്റിസ് വിഭു ബക്രു ഈ രാജ്യത്ത് തുടരാൻ പാകിസ്ഥാനിക്ക് അവകാശമില്ലെന്ന് നിരീക്ഷിച്ചു. സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾ നിലനിൽക്കവെയാണ് ഉടൻ ഇന്ത്യ വിടണമെന്ന് കാണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവർക്ക് നോട്ടീസ് അയക്കുന്നത്. ഇത് റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഈ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഇവർ രാജ്യത്ത് തങ്ങുന്നതിനെ എതിർത്ത് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ടും നൽകിയിരുന്നു. ഈ വിവരം അഡീഷണൽ സോളിസിറ്റർ ജനറലും കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലും കോടതി അറിയിച്ചതോടെയാണ് യുവതിയുടെ അപേക്ഷ തള്ളിപ്പോയത്. ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ച് 2005 ഡൽഹിയിലെത്തിയ പാക് വനിതയോടാണ് രാജ്യം വിടാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവർക്ക് 11ഉം 5ഉം വയസ്സുള്ള 2 ആൺകുട്ടികളാണുള്ളത്. കഴിഞ്ഞ മാസം 22-നകം രാജ്യം വിടണമെന്ന നോട്ടീസാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവർക്ക് നൽകിയിരുന്നത്. എന്നാൽ സമയം നീട്ടി നൽകിയ കോടതി 2 ആഴ്ചയ്ക്കകം രാജ്യം വിടണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ കാലയളവിനകം രാജ്യം വിടാൻ തയ്യാറായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഇനി അവർ രാജ്യത്തേക്ക് വരുന്നത് തടയണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യം വിടണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെതിരെ സ്ത്രീയും ഭർത്താവുമാണ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഫെബ്രുവരി 28 വരെ അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. 2015 മുതൽ 2020 വരെ രാജ്യത്ത് തങ്ങുന്നതിനുള്ള ദീർഘകാല വിസ തനിക്ക് അനുവദിച്ചിട്ടുണ്ടെന്നാണ് 37-കാരിയായ യുവതി കോടതിയിൽ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇവയെല്ലാം തള്ളിയ കോടതി എത്രയും വേഗം ഇന്ത്യ വിടണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 40 സൈനികരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതി യാതൊരു വിട്ടുവീഴ്ചയും പാകിസ്ഥാൻ യുവതിയോട് ചെയ്യാത്തതെന്നാണ് വിവരം. ഭീകര സംഘടനകൾക്ക് ചെല്ലും ചെലവും നൽകി നല്ല വളക്കൂറുള്ള മണ്ണാക്കി പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്നതിനെ കടുത്ത ഭാഷയിലാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വിമർശിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഫ്രാൻസ്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ മൃദു സമീപനമാണ് ഭീകരരോട് പുലർത്തുന്നത്. ജെയ്ഷെ മുഹമ്മദ് മേധാവിയും കൊടും ഭീകരനുമായ മൗലാന മസൂദ് അസറിനെതിരെ കടുത്ത നടപടിയാണ് മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഇയാളുടെ സ്വത്തുവകകൾ മരവിപ്പിക്കണമെന്നും ആഗോളതലത്തിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്നും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇയാൾക്ക് ആയുധങ്ങൾ നൽകുന്നത് വിലക്കണമെന്നും 15-അംഗ UN സെക്യൂരിറ്റി കൗൺസിലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എതിർപ്പ് പ്രകടിപ്പിക്കാൻ രക്ഷാസമിതി അംഗങ്ങൾക്ക് മാർച്ച് 13 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഭീകരരെ തീറ്റിപ്പൊട്ടുന്ന തങ്ങൾക്ക് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാന് തിരിച്ചറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന സ്ഥിരീകരണവുമായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഖുറേഷി ഇന്ന് രംഗത്തെത്തിയിരുന്നു. തനിയെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അസുഖബാധിതനാണ് മസൂദ് എന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. തെളിവ് നൽകിയാൽ അസറിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നത് ആലോചിക്കാമെന്നും ഖുറേഷി വ്യക്തമാക്കിയിട്ടുണ്ട്.